നാളെ നിയമസഭ ആരംഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് പ്രധാന ചർച്ചയാകുന്നത്. ഇതിൽ തന്നെ ആ പങ്കെടുക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എതിർപ്പുമായി മുതിർന്ന നേതാക്കളും UDF ഘടകകക്ഷികളും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സൈബർ ആക്രമണത്തിൽ അതൃപ്തി പരസ്യമാക്കി പ്രതിപക്ഷ നേതാവും ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ഇപ്പോൾ ചേരുകയാണ്. സിന്ദൂരി, വിവാദങ്ങൾക്കിടെ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ അത് വലിയ തരത്തിലുള്ള ക്ഷീണമായി മാറും, UDFനും കോൺഗ്രസിനെയും വലിയ പ്രതിരോധത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സഭയിൽ എത്തരുത് എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കും UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കുമുള്ളത്. പക്ഷേ ഈ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇതുവരെ അവർ പങ്കുവച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ രാഹുൽ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഒപ്പം തന്നെ സൈബർ രംഗത്ത് വലിയ തരത്തിൽ ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിലുള്ള കോക്കസ് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. VD സതീശൻ ഇക്കാര്യങ്ങളിൽ അസ്വസ്ഥനാണ്. വീണ്ടും അദ്ദേഹത്തെ വ്യക്തിപരമായി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം VD സതീശൻ തന്നെ ഇന്ന് നടത്തിയിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അതിനുശേഷം എന്നെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് എന്നെ മാത്രം ആക്രമിക്കും. എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ച ആരാണെന്ന്. ഒരു 25 പേരാണ്. ആ 25 പേർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടിയുടെ ഒരു പരിപാടി പങ്കെടുക്കുന്ന ആളല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടില്ല. ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്ത കുറേ ആളുകൾ, വിദേശത്തും പുറത്തുള്ള കുറേ ആളുകൾ, അവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയകളും. അപ്പോൾ 25 പേര് ഇവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയയും കൂടി 100 പേര് ഇങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പേടിച്ചോടണം. ഇനി എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൽ എന്നെ മാത്രമാണ് പറയുമെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, കോൺഗ്രസിലെ സ്ത്രീകളെ. ഇവരാക്രമിച്ചത് ഏറ്റവും വളരെ എനിക്ക് വേദന ഉണ്ടാക്കിയത്, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ഉമാ തോമസിനെതിരായിട്ടുള്ള ആരോപണമാണ്. ഉമാ തോമസ് അന്ന് വീണപ്പോൾ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരു കമൻറ്റ് വരെ വന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരത് ചെയ്യും. അതേസമയം രാഹുൽ സഭയിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ എന്ന് വ്യക്തമാക്കി. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. സഭാ നടപടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ അദ്ദേഹത്തിന് രേഖാമൂലമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി നിയമസഭ സ്വീകരിക്കുന്നു എന്ന കാര്യമാണ് ഇന്ന് സ്പീക്കർ വ്യക്തമാക്കിയത്. തീരുമാനം എടുത്തു. ഓൾറെഡി പ്രതിപക്ഷ നേതാവ് കത്ത് തന്നു, അതിൻ്റെ മുകളിൽ ഡിസൈഡ് ചെയ്തു. ഒപ്പോസിഷന്റെ ലാസ്റ്റ് ആളെ UDF ആണല്ലോ, അവരുടെ ലാസ്റ്റ് മാൻ ഇരുന്നിക്കുന്നതിൻ്റെ അപ്പുറത്തിരുത്തിക്കും പ്രത്യേക ബ്ലോക്കായി. സിന്ദൂരി, ഈ സഭാ സമ്മേളനം കൂടുതൽ പ്രക്ഷുബ്ധമാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പ്രതികൂല സാഹചര്യം വരുന്നത്. UDFന് വലിയ തരത്തിൽ പ്രതിസന്ധിയാകുന്നു. സഭയിലെത്തുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറുപടി പറയേണ്ടി വരും. കാരണം നാളെ മുതൽ ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ കൂടുതൽ പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത. അതിനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സിന്ദൂരി. അതെ, നിർബൻ പറഞ്ഞതുപോലെ തന്നെ നാളെ നിയമസഭയിൽ രാഹുൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അവിടെ എങ്ങനെയായിരിക്കും പ്രതികരണം മറ്റംഗങ്ങളുടേതും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിർബൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.